കാലങ്ങൾക്കു മുൻപ് അതിമനോഹരമായ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട ശാന്തമായ ഒരു ഗ്രാമത്തിൽ പരസ്പരം അതിയായി സ്നേഹിക്കുന്ന ഒരു ദമ്പതികൾ ജീവിച്ചിരുന്നു. വർഷങ്ങളായി ഒരു കുഞ്ഞിനായുള്ള അവരുടെ കാത്തിരിപ്പ് ഒടുവിൽ സഫലമാകാൻ പോകുകയാണ് എന്നറിഞ്ഞപ്പോൾ അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവരുടെ ചെറിയ വീടിന്റെ പിൻഭാഗത്തെ ജനലിലൂടെ നോക്കിയാൽ അതിവിശാലവും മനോഹരവുമായ ഒരു പൂന്തോട്ടം കാണാമായിരുന്നു. വർണ്ണശബളമായ പൂക്കളും രുചികരമായ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും നിറഞ്ഞ ആ തോട്ടം ആരുടെയും മനം മയക്കുന്നതായിരുന്നു. എന്നാൽ ആ പൂന്തോട്ടം ഭയപ്പെടുത്തുന്ന രൂപവും അതിയായ ക്രൂരതയുമുള്ള അതിശക്തിയായ മദർ ഗോദൽ എന്നൊരു മന്ത്രവാദിനിയുടെ സ്വന്തമായിരുന്നു. അതിനാൽ തന്നെ ആരും ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെട്ടിരുന്നില്ല. ഗർഭിണിയായ ആ യുവതി അവിചാരിതമായി ഒരു ദിവസം ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ പൂന്തോട്ടത്തിൽ വളരെ സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന റാംബിയൻ എന്ന ഒരുതരം ചെടി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ചെടിയുടെ ഇലകൾ കണ്ടപ്പോൾ അത് എങ്ങനെയെങ്കിലും കഴിക്കണം എന്ന അതിയായ ആഗ്രഹം അവളിൽ ഉടലെടുത്തു. ദിവസങ്ങൾ കടന്നുപോകുന്തോറും ആ ആഗ്രഹം ഒരു ഭ്രാന്തമായ ആവേശമായി മാറി. ആ ഇലകൾ കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ താൻ മരിച്ചുപോകും എന്ന് അവൾ ഭർത്താവിനെ അറിയിച്ചു. ഗർഭിണിയായ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭയമെല്ലാം മാറ്റിവെച്ച് ആ അന്ധകാരമുള്ള രാത്രിയിൽ ഭർത്താവ് മന്ത്രവാദിനിയുടെ മതിൽ ചാടിക്കടന്നു. വളരെ വേഗം കുറച്ചിലകൾ പറിച്ച് അവൻ ഭാര്യയ്ക്ക് നൽകി. അവൾ അത് വളരെ ആർത്തിയോടെ കഴിച്ചു. എന്നാൽ പിറ്റേ ദിവസം അവൾക്ക് വീണ്ടും ആ ഇലകൾ കഴിക്കാൻ മോഹമുണ്ടായി. അന്ന് രാത്രി വീണ്ടും മതിൽ ചാടിയ ഭർത്താവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നത് ക്രൂരയായ ആ മന്ത്രവാദിനി മദർ ഗോദലായിരുന്നു. കടുത്ത കോപത്തോടെ അവൾ അവനെ തുറിച്ചു നോക്കി. തന്റെ ഗർഭിണിയായ ഭാര്യയുടെ അവസ്ഥ അവൻ കണ്ണീരോടെ മന്ത്രവാദിനിയോട് വിവരിച്ചു. അവനിൽ അലിവ് തോന്നിയ മദർ ഗോദൽ ഒരു വ്യവസ്ഥയിൽ അവനെ പോകാൻ അനുവദിച്ചു. അവർക്ക് ജനിക്കുന്ന കുഞ്ഞിനെ മന്ത്രവാദിനിക്ക് നൽകണം എന്നതായിരുന്നു ആ വ്യവസ്ഥ. ഗത്യന്തരമില്ലാതെ ഭയപ്പാടോടെ അവൻ ആ വ്യവസ്ഥ സമ്മതിച്ചു. മാസങ്ങൾക്ക് ശേഷം ആ യുവതി അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. സ്വർണ്ണ നിറമുള്ള മുടിയും തിളങ്ങുന്ന കണ്ണുകളുമുള്ള ആ കുഞ്ഞ് ഒരു ദേവതയെപ്പോലെ തോന്നിപ്പിച്ചു. എന്നാൽ സന്തോഷത്തിന്റെ ആ നിമിഷങ്ങൾ അധികം നീണ്ടുനിന്നില്ല. പെട്ടെന്നവിടെ പ്രത്യക്ഷപ്പെട്ട മദർ ഗോദൽ ആ കുഞ്ഞിനെ അവരിൽ നിന്നും തട്ടിയകറ്റി. അവൾ ആ കുഞ്ഞിന് റാപ്പൻസെൽ എന്നു പേരിട്ടു. ലോകത്തിലെ സകല സ്നേഹത്തിൽ നിന്നും അകറ്റി തന്റെ മാത്രം സ്വന്തമായി ആ കുഞ്ഞിനെ വളർത്താൻ മന്ത്രവാദിനി തീരുമാനിച്ചു. റാപ്പൻസെൽ വളരുന്തോറും അവളുടെ സൗന്ദര്യവും വർദ്ധിച്ചു വന്നു. സൂര്യപ്രകാശത്തെ വെല്ലുന്ന തിളക്കമുള്ള സ്വർണ്ണ നിറത്തിലുള്ള നീണ്ട മുടിയായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആകർഷണം. അവൾക്ക് 12 വയസ്സായപ്പോൾ ലോകത്തിന്റെ കണ്ണുകളിൽ നിന്നും അവളെ മറച്ചുവെക്കാൻ മന്ത്രവാദിനി അവളെ കൊടുങ്കാടിന്റെ നടുവിലുള്ള ഒരു വലിയ കോട്ടയിൽ തടവിലാക്കി. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആ കോട്ടയ്ക്ക് വാതിലുകളോ താഴേക്കിറങ്ങാൻ ഗോവണികളോ ഇല്ലായിരുന്നു. ഏറ്റവും മുകളിൽ ഒരു ചെറിയ ജനൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. മന്ത്രവാദിനി കോട്ടയുടെ താഴെ വന്ന് റാപ്പൻസെലിനെ പേര് ചൊല്ലി വിളിക്കും. അപ്പോൾ റാപ്പൻസെൽ തന്റെ നീണ്ട സ്വർണ്ണമുടി ജനലിലൂടെ താഴേക്കിട്ടുകൊടുക്കും. ആ മുടിയിൽ പിടിച്ചാണ് മന്ത്രവാദിനി മുടിലിലേക്ക് കയറിയിരുന്നത്. വർഷങ്ങൾ പലത് കടന്നുപോയി. റാപ്പൻസെൽ ആ ഏകാന്തമായ കോട്ടയിൽ യൗവനത്തിലേക്ക് കാലെടുത്തു വച്ചു. ഇരുണ്ട വനത്തിന്റെ നടുവിലെ ആ തടവറയിൽ അവളുടെ ഒരേ ഒരു കൂട്ട് അവിടേക്ക് വരുന്ന പക്ഷികൾ മാത്രമായിരുന്നു. തന്റെ സങ്കടങ്ങളും ഏകാന്തതയും അവൾ അതിമനോഹരമായ പാട്ടുകളിലൂടെ പ്രകടമാക്കി. അവളുടെ മധുരമായ ശബ്ദം ആ കാടിന്റെ നിശബ്ദതയെ ഭേദിച്ച് വളരെ ദൂരേക്ക് ഒഴുകിപ്പരന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കാട്ടിലൂടെ നായാട്ടിനിറങ്ങിയ ഒരു യുവരാജകുമാരൻ വഴിതെറ്റി ആ കോട്ടയുടെ പരിസരത്തെത്തിച്ചേർന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒഴുകിവരുന്ന ഒരു മാന്ത്രിക സംഗീതം അവന്റെ കാതുകളിൽ പതിച്ചു. അത്ഭുതത്തോടെ അവൻ ആ ശബ്ദം വന്ന വഴിയിലൂടെ മുന്നോട്ടു നീങ്ങി. ഒടുവിൽ അവൻ ആ വലിയ കോട്ടയുടെ താഴെയെത്തി. മുകളിലെ ചെറിയ ജനലിലിരുന്ന് പാടുന്ന റാപ്പൻസെലിനെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം നിലച്ചുപോയി. ലോകത്തിൽ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി. അവളെ എങ്ങനെയെങ്കിലും കാണണം എന്നവൻ ആഗ്രഹിച്ചു. എന്നാൽ ആ കോട്ടയിലേക്ക് കയറാൻ ഒരു വഴിയും അവന് കണ്ടെത്താനായില്ല. നിരാശയോടെ അവൻ അവിടെയുള്ള ഒരു വലിയ മരത്തിനു പിന്നിൽ ഒളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രവാദിനി അവിടെ വന്ന് റാപ്പൻസെലിനെ വിളിച്ച് മുടി താഴേക്കിടാൻ ആവശ്യപ്പെട്ടു.
മന്ത്രവാദിനി മുകളിലേക്ക് കയറുന്ന രീതി മനസ്സിലാക്കിയ രാജകുമാരൻ അത്ഭുതപ്പെട്ടു. മന്ത്രവാദിനി പോയതിനു ശേഷം രാജകുമാരൻ കോട്ടയുടെ താഴെ വന്ന് റാപ്പൻസെലിന്റെ ശബ്ദമനുകരിച്ച് അവളെ വിളിച്ചു. താഴേക്ക് വീണ സ്വർണ്ണ മുടിയിലൂടെ പിടിച്ച് അവൻ മുകളിലേക്ക് കയറി. ജനലിലൂടെ ഉള്ളിലേക്ക് കടന്ന രാജകുമാരനെ കണ്ട റാപ്പൻസെൽ ആദ്യം ഭയന്നു വിറച്ചു. ജീവിതത്തിൽ ആദ്യമാണ് അവൾ മറ്റൊരു മനുഷ്യനെ കാണുന്നത്. എന്നാൽ രാജകുമാരന്റെ ശാന്തമായ പെരുമാറ്റവും സ്നേഹം നിറഞ്ഞ വാക്കുകളും അവളുടെ ഭയം അകറ്റി. താൻ അവളുടെ പാട്ട് കേട്ടു വന്നതാണെന്നും അവളെ ഈ തടവറയിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൻ അറിയിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. മന്ത്രവാദിനി ഇല്ലാത്ത സമയങ്ങളിൽ രാജകുമാരൻ റാപ്പൻസെലിനെ കാണാൻ സ്ഥിരമായി എത്തിത്തുടങ്ങി. ആ ഏകാന്തമായ തടവറയിൽ അവർക്കിടയിൽ തീവ്രമായ ഒരു പ്രണയം മുട്ടിട്ടു. പുറത്തുള്ള വലിയ ലോകത്തെക്കുറിച്ചും അവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചും അവൻ അവളോട് പറഞ്ഞു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അവരൊരു പദ്ധതി തയ്യാറാക്കി. രാജകുമാരൻ വരുമ്പോഴെല്ലാം കുറച്ച് പട്ടുനൂലുകൾ കൊണ്ടുവരികയും അതുപയോഗിച്ച് റാപ്പൻസെൽ താഴേക്കിറങ്ങാനുള്ള ഒരു വലിയ ഗോവണി നെയ്യാനും അവർ തീരുമാനിച്ചു. അവരുടെ പ്രണയം ദിനംപ്രതി വളർന്നുകൊണ്ടിരുന്നു. ആ ഇരുണ്ട കോട്ടയിൽ പ്രണയത്തിന്റെ പ്രകാശം പരന്നു. എന്നാൽ വിധി അവർക്കെതിരായിരുന്നു. ഒരു ദിവസം മന്ത്രവാദിനി മുകളിലേക്ക് കയറുന്നതിനിടയിൽ രാജകുമാരൻ നിങ്ങളെക്കാൾ വേഗത്തിൽ മുകളിലെത്തുന്നുണ്ടല്ലോ എന്ന് റാപ്പൻസെൽ അറിയാതെ പറഞ്ഞുപോയി. യാദൃശ്ചികമായി റാപ്പൻസെലിന്റെ വായിൽ നിന്ന് രാജകുമാരനെക്കുറിച്ചുള്ള വിവരങ്ങൾ മന്ത്രവാദിനി അറിയാനിടയായപ്പോൾ താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആ ദുഷ്ടയായ മദർ ഗോദലിന്റെ കോപം അണപൊട്ടി. അവളുടെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു. യാതൊരു ദയയുമില്ലാതെ അവൾ ഒരു കത്രികയെടുത്ത് റാപ്പൻസെലിന്റെ മനോഹരമായ ആ സ്വർണ്ണമുടി മുറിച്ചുമാറ്റി. റാപ്പൻസെലിന്റെ കണ്ണീരിനോ യാചനകൾക്കോ മന്ത്രവാദിനിയുടെ ക്രൂരതയെ തടയാനായില്ല. തുടർന്ന് അവൾ റാപ്പൻസെലിനെ ആ കോട്ടയിൽ നിന്നും വലിച്ചിറച്ചുകൊണ്ടുപോയി ആരും തിരിഞ്ഞു നോക്കാത്ത മണൽ കാറ്റുകൾ വീശിയടിക്കുന്ന അതിഭയാനകമായ ഒരു വിജന പ്രദേശത്ത് ഉപേക്ഷിച്ചു. റാപ്പൻസെലിന്റെ ജീവിതം വീണ്ടും ഇരുളിലായി. അവിടെ വെച്ച് അവൾക്കൊരു ആൺകുഞ്ഞും പെൺകുഞ്ഞുമടങ്ങുന്ന ഇരട്ടക്കുട്ടികൾ ജനിച്ചു. തന്റെ പ്രിയപ്പെട്ടവനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അവൾ രാവും പകലും പൊട്ടിക്കരഞ്ഞു. ഇതൊന്നും അറിയാതെ അന്ന് രാത്രി റാപ്പൻസെലിനെ രാജകുമാരൻ കാണാൻ കോട്ടയുടെ താഴെ എത്തി. അവൻ പതിവ് പോലെ അവളെ വിളിച്ചു. മുകളിലിരുന്ന മന്ത്രവാദിനി റാപ്പൻസെലിന്റെ മുറിച്ചുമാറ്റിയ മുടി ജനലിലൂടെ താഴേക്കിട്ടുകൊടുത്തു. സന്തോഷത്തോടെ മുകളിലേക്ക് കയറിയ രാജകുമാരനെ കാത്തിരുന്നത് തന്റെ പ്രിയതമയ്ക്ക് പകരം ക്രൂരയായ ആ മദർ ഗോദലായിരുന്നു. അവൾ രാജകുമാരനെ നോക്കി അട്ടഹസിച്ചു. റാപ്പൻസെലിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നും ഇനി ഒരിക്കലും അവളെ കാണാൻ കഴിയില്ലെന്നും അവൾ ആക്രോശിച്ചു. ഹൃദയം തകർന്ന രാജകുമാരന്റെ നെഞ്ചിലേക്ക് മന്ത്രവാദിനി ആഞ്ഞടിച്ചു. കോട്ടയുടെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച രാജകുമാരൻ വീണത് താഴെ പടർന്നു പിടിച്ചിരുന്ന വിഷമുള്ളുകളിലേക്കാണ്. ആ വീഴ്ചയിൽ അവന്റെ ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ആ കൂർത്ത മുള്ളുകൾ തറച്ചുകയറി അവന്റെ 2 കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടുപോയി. ലോകം അവന്റെ മുന്നിൽ കൂരിരുട്ടായി മാറി. ശരീരത്തിലേറ്റ മുറിവുകളേക്കാൾ അവനെ വേദനിപ്പിച്ചത് തന്റെ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടമായിരുന്നു. കാഴ്ചയില്ലാത്ത കണ്ണുകളുമായി അവൻ ആ കൊടും കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു. മരപ്പട്ടകളും കാട്ടുപഴങ്ങളും മാത്രമായിരുന്നു അവന്റെ ആഹാരം. മഞ്ഞും മഴയും കൊടും ചൂടും അവന്റെ ശരീരത്തെ തളർത്തി. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. അവന്റെ മനസ്സ് നിറയെ റാപ്പൻസെലിന്റെ ഓർമ്മകൾ മാത്രമായിരുന്നു. പ്രകൃതിയുടെ ക്രൂരമായ മാറ്റങ്ങളെ അതിജീവിച്ച് തന്റെ പ്രിയപ്പെട്ടവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അവൻ യാത്ര തുടർന്നു. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞു, ശരീരം മെലിഞ്ഞൊട്ടി. എങ്കിലും ആ ഹൃദയത്തിലെ പ്രണയത്തിന്റെ തീജ്വാല അണഞ്ഞിരുന്നില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അവൻ ആ വിജന പ്രദേശത്തെത്തിച്ചേർന്നു. മണൽക്കാടുകൾ നിറഞ്ഞ ആ പ്രദേശത്തുകൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് കാട്ടിലൂടെ ഒഴുകി വന്ന ഒരു സംഗീതം അവന്റെ കാതുകളിൽ പതിച്ചു. അതവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ അവൻ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ ശബ്ദമായിരുന്നു. തന്റെ റാപ്പൻസെലിന്റെ ശബ്ദം. അവന്റെ തളർന്ന ശരീരത്തിൽ പുതിയൊരു ഊർജം നിറഞ്ഞു. ശബ്ദം കേട്ട ദിക്കിലേക്ക് അവൻ വേഗത്തിൽ നടന്നു. മണലാരണ്യത്തിന്റെ നടുവിൽ തന്റെ പ്രിയപ്പെട്ടവനെ ഓർത്ത് സങ്കടപ്പെട്ടു പാടുകയായിരുന്ന റാപ്പൻസെൽ പെട്ടെന്ന് അവനെ കണ്ടു. തന്റെ മുന്നിൽ നിൽക്കുന്ന വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ അന്ധനായ ആ യാചകൻ തന്റെ പ്രാണനാഥനാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ അധിക നേരം വേണ്ടി വന്നില്ല. അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിനും വിരഹത്തിനും വിരാമമിട്ടുകൊണ്ട് അവർ പരസ്പരം പുണർന്നു നിന്നു. അവന്റെ അവസ്ഥ കണ്ട റാപ്പൻസെലിന്റെ കണ്ണുകളിൽ നിന്നും സങ്കടത്തിന്റെ ചൂടുള്ള കണ്ണുനീർ ഒഴുകിയിറങ്ങി. ആ കണ്ണുനീർ തുള്ളികൾ രാജകുമാരന്റെ അന്ധമായ കണ്ണുകളിൽ വീണു.
അത്ഭുതമെന്ന് പറയട്ടെ, ആ കണ്ണുനീർ തുള്ളികൾക്ക് ജീവൻ നൽകുന്ന മാന്ത്രിക ശക്തിയുണ്ടായിരുന്നു. രാജകുമാരന്റെ കണ്ണുകളിലെ മുറിവുകൾ കരിയുകയും പതിയെ പതിയെ അവന് നഷ്ടപ്പെട്ട കാഴ്ചശക്തി തിരികെ ലഭിക്കുകയും ചെയ്തു. ആദ്യം അവ്യക്തമായി കണ്ട രൂപങ്ങൾ പിന്നീട് പൂർണ്ണമായ പ്രകാശത്തിലേക്ക് മാറി. തന്റെ പ്രിയതമയെ അവൻ വീണ്ടും കണ്ടു. അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അവരുടെ പ്രണയത്തിനു മുന്നിൽ മന്ത്രവാദിനിയുടെ ക്രൂരത തോറ്റുപോയിരുന്നു. ആ വിജന പ്രദേശത്തു നിന്നും അവർ ഒരുമിച്ച് നടന്നു നീങ്ങി. ദുരിതങ്ങൾ നിറഞ്ഞ ഭൂതകാലത്തെ പിന്നിലുപേക്ഷിച്ച് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും മാത്രം കൈമുതലാക്കി അവർ പുതിയൊരു ലോകത്തിലേക്ക് യാത്രയായി. അവിടെ അവർ തങ്ങളുടേതായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തുകയും ജീവിതാവസാനം വരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുകയും ചെയ്തു. ആ വലിയ പ്രണയകഥ വരും തലമുറകൾക്കായി കാറ്റും മരങ്ങളും പാടിക്കൊണ്ടേയിരുന്നു.